കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. 1 കൊരിന്ത്യർ 16 അധ്യായത്തിൻ്റെ 13 വാക്യം, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. ഇവിടെ പൗലോസ് തൻ്റെ സഭയിലുള്ള വിശ്വാസികളോട് പറയുന്ന വചനമാണ് ഈ വചനം, ഉണർന്നിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നാം ഉണർന്നിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഈ ദിനങ്ങളിൽ. അത് ഉണർന്നിരിക്കേണ്ടത് എങ്ങനെയാണ്? വിശ്വാസത്തോടുള്ളതായ ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ആ ഉണർവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഹല്ലേലൂയ, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. നാം ഉണർന്നിരിക്കുകയും ചെയ്യണം. വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസത്തിൽ നിലനിൽക്കാതെ പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ പതറിപ്പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ലോകത്തിൽ പലവിധമാനതായ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ട് എന്ന് കർത്താവായ ദൈവം പറയുന്നുണ്ട്. എന്താണ്? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ ധൈര്യപ്പെടുവീൻ. അപ്പോൾ വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അത്യന്തമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മരുഭൂമിയുടെ അവസ്ഥകൾ കടന്നു വന്നാൽ നമ്മുടെ വിശ്വാസം പലപ്പോഴും പുറകോട്ട് പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നിരിക്കുക. എന്നാൽ അവിടെയൊക്കെയും തളർന്നു പോകാതെ ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തോട് അടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് അടുത്ത് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വാസം ഒന്നും കൂടെ കൂട്ടി ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് കർത്താവിൽ നിന്ന് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങൾ ഉണർന്നിരിപ്പീൻ. എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം. പിന്നെ പ്രാർത്ഥനയിൽ നമ്മൾ ഉറ്റിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇരിപ്പീൻ. പിന്നെന്താണ്? പുരുഷത്വം കാണിപ്പാൻ ശക്തിപ്പെടുവീൻ. അപ്പോൾ ഹല്ലേലൂയ, ഒരു പിഞ്ചു കുഞ്ഞു വളർന്ന് പക്വതയായി വരുമ്പോൾ അവൻ്റെതായ 10 അല്ലെങ്കിൽ 26 വയസ്സ് ആകുമ്പോഴത്തേക്ക് അവൻ പൂർണ്ണമായി ഹല്ലേലൂയ അവൻ തൻ്റെ ഇടമായി മാറുന്നതുപോലെ നാം ദൈവസന്നിധിയിൽ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ നാം ശക്തി പ്രാപിക്കണം. എന്താണ്? ദൈവത്തിൻ്റെ കൃപ പകർന്നാൽ ഞാൻ എന്ത് ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ തീരുമാനിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. അപ്പോൾ വിശ്വാസം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? നമുക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഉണർന്ന് പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥന ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദിനങ്ങളിലൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി വരുന്ന നൂറ്റാണ്ടുകളിൽ മുമ്പോട്ട്, ഈ 2026 നൂറ്റാണ്ട് കഴിയുമ്പോൾ ഇനി 27ലേക്ക് നമ്മൾ ഇനി കടക്കാൻ സമയം ഇഷ്ടം പോലുണ്ട്. എന്നാൽ അവിടെയൊക്കെയും നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഉണർന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. കാര്യം എന്ന് പറയുന്നത്, ഈ ലോകം ശാശ്വതമായ ലോകമല്ല. കൊലപാതകങ്ങൾ എന്ന് വേണ്ട സകലതും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മയക്കുമരുന്നിന് ഹല്ലേലൂയ കൊടുക്കാത്തത് കൊണ്ട് ഒരു മകൻ ഹല്ലേലൂയ തൻ്റെ അമ്മയെ
വെട്ടിക്കൊല്ലുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പത്രങ്ങളിലും ടി വിയിലൂടെ ഒക്കെ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യാം. എന്നിട്ട് ആ അമ്മ പറയുകയാണ്, ഞാൻ നിന്റെ മോനാണ്. എന്താണ്? ഹല്ലേലൂയ, മയക്കുമരുന്ന് മേടിക്കാൻ വേണ്ടി പണം കൊടുക്കാത്തതിന്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. എന്നാൽ നമ്മൾ ഉണർന്ന് നമ്മൾ ജാഗ്രതയോടെ ആയിരിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയോടെ നമ്മൾ ആയിരിക്കുകയാണെങ്കിൽ, തീർച്ചയായും നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പുള്ളതായി മാറുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ പരീക്ഷകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണർന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് കരകയറുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് വേണ്ടി നമുക്ക് കടപ്പാട് നന്ദിയുള്ളവരായി മാറുവാനിടയായിത്തീരും. അതുകൊണ്ട് പരീക്ഷയിൽ അകപ്പെട്ടു പോകാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, കർത്താവായ ദൈവം ഈ തിരുവചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.